ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പങ്കിപ്പുറത്താണ്. പങ്കിപ്പുറത്ത് ഇവിടെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു സംരംഭമുണ്ട്, ഒരു ചെറിയ സംരംഭമാണ്. അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചിയുടെ പേര് രമ എന്നാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് രമ ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് രമ. ഇവിടെ പങ്കിപ്പുറത്ത് ഹോം മെയ്ഡ് കേക്ക്സ് ഒരു 4 വർഷമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേക്കിൻ്റെ കൂടി ഇപ്പോൾ ചിപ്സ്, ഡോണറ്റ്സ്, കുക്കീസ്, പിസ്സ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ഹോം മെയ്ഡിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചെല്ലാം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഐസിങ് ആണ്. അപ്പോൾ ഐസിങ്ങിന് നമുക്ക് വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്, പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു വാനിലയുടെ എസൻസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ചെയ്ത് പിന്നെ ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് പാത്രവും നമ്മുടെ ബ്ലേഡും നന്നായിട്ട് തണുപ്പിച്ച് വെക്കണം. എന്നിട്ട് അത് ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ബാക്കി അതിൻ്റെ സ്പഞ്ചിൻ്റെ പ്രോസസ്സ് ഞാൻ പിന്നീട് പറഞ്ഞു തരാം, ഇതിൻ്റെ പുറകെ പറഞ്ഞു തരാം. ഇപ്പം ആദ്യം നമുക്കിത് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്, അത് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ലോ സ്പീഡിൽ തുടങ്ങണം. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പിന്നീട് സ്പീഡ് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മതി, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. നല്ല എസൻസ് ആണ് ഇപ്പം ചേർത്തിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഐസിങ് ഷുഗർ കുറേശ്ശെ വീതം ഇട്ട് കൊടുത്ത് ഇളക്കണം. നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായി നല്ല ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഫോം വേണം നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് പിടിച്ച് ഇങ്ങനെ താഴേക്ക് പോകാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു പരുവം. ഇതിനിപ്പം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം. ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. ഉടനെ തന്നെ നമ്മൾ ഐസിങ് ചെയ്യാനായിട്ടുള്ളതാണ്. ചോക്ലേറ്റ് ഇങ്ങനെ കവറിനകത്ത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ചോക്ലേറ്റ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് ഈ ചോക്ലേറ്റ് അലിയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ആവില്ല. ഇത് റൗണ്ട് ടേബിൾ എന്ന് പറയും. നമ്മൾ കേക്ക് വെച്ച് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് ഐസിങ് ചെയ്യാനും ഒക്കെ സൗകര്യമാണ്. കേക്ക് വെച്ചിട്ടാണ് ഇത് കേക്കിൻ്റെ ബോർഡിലേക്ക് നമ്മൾ സ്പഞ്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. ഇനി ഇതിപ്പം നമുക്ക് ഓരോ 3 ലെയറാക്കി കട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സ്പഞ്ച്. ഇതിപ്പം ശരിക്കും വാനില സ്പഞ്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര,
പിന്നെ ഓയിൽ വരുമ്പോൾ ഒരു 75 ml ഓയിൽ കൂടെ ചേർത്ത് ആഡ് ചെയ്ത്, അത് ആദ്യം നമ്മൾ മുട്ടയും വാനില എസൻസും കൂടി ബീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഐസിങ് ഷുഗർ ഇട്ട് നന്നായിട്ട് ബീറ്റ് ആവണം. അത് കഴിഞ്ഞ് ഓയിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, ഒത്തിരി ഹെവി ആയിട്ട് ചെയ്യരുത്. അത് കഴിഞ്ഞ് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് അതിൻ്റെ കൂടെ ഇത് ഡ്രൈ വെച്ചാൽ നല്ല കട്ടിയാവുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നമുക്ക് ഇളക്കുന്നതും വളരെ സ്ലോ ആയിട്ട് ഇളക്കാവൂ. അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ നോക്കി ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 7.5 ഇഞ്ചിൻ്റെ പാനിനകത്താണ് ഞാനിത് ബേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ബേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ OTG ഓവനാണ്. അതിനകത്തൊരു 150 സെൻറ്റിഗ്രേഡിലാണ് ഞാൻ ബേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ഈ ബോർഡിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. കാരണം ഈ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ക്രീം തേക്കുന്നത്. അതിനുശേഷം ലെയർ ഓരോന്നായിട്ട് വെക്കുക. ഒരു സെൻറ്റർ നോക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. ഇത് ഈ മുകളിലത്തെ ഭാഗം ആയതുകൊണ്ട് ഇതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഐസിങ് ഇത് ഷുഗർ സിറപ്പ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സെൻറ്റർ ഭാഗം ഒരിച്ചിരി പൊങ്ങി നിൽക്കുന്നുണ്ട്, നമുക്കൊന്നൊരു സ്വല്പം കട്ട് ചെയ്ത് കളയാം. ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. പതുക്കെ ക്രീം എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ പതുക്കെ ചെയ്യുക. ക്രീമിന് ഒരുപാട് കനത്തി ക്രീം വെക്കണമെന്നില്ല. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ലെയറിലൊക്കെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ മുമ്പേ സോക്ക് ചെയ്ത് വെച്ച ആ സ്പഞ്ച് എടുത്ത് തിരിച്ച് വയ്ക്കുക. ലെവലാണോ എന്ന് നോക്കണം എല്ലാ സൈഡും. അതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക പതുക്കെ. വീണ്ടും ഇപ്പുറത്തെ വശം, ആദ്യം നമ്മൾ സോക്ക് ചെയ്തത് അടിയിലത്തെ വശമായിരുന്നു, അതെടുത്തപ്പോൾ നമ്മൾ തിരിച്ചു വെച്ചതാണ്. ഇനി നമ്മൾ ഈ വശം ഒന്ന് സോക്ക് ചെയ്യണം. അതുപോലെ മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ സ്പഞ്ചിൻ്റെ ഇതും ഒന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. വീണ്ടും അതേ പ്രോസസ്സ് തന്നെ തുടങ്ങുകയാണ്. ഏറ്റവും അടിയിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. ക്രീം വെച്ചിട്ട് നമ്മൾ ലെവലാക്കി വൈറ്റ് ചോക്ലേറ്റും ഇട്ടിട്ടാണ് അടുത്ത ലെയർ വെക്കുന്നത്. ലാസ്റ്റിലത്തെ ലെയറാണ് ഇതെടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കുക.
ഇതൊന്ന് ഷുഗർ സിറപ്പ് ഇട്ട് നമ്മൾ സോക്ക് ചെയ്യണം. നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അടിയിൽ വരുന്ന ലെയർ ഏറ്റവും മുകളിൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ അത് ഈവൻ ആയിട്ട് വരും. മറ്റേ മുകളിലത്തെ ഭാഗം വന്ന് ചിലപ്പോൾ ഉയർന്ന് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ ഭാഗമാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് ഈവൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ സിറപ്പിട്ട് നമ്മൾ സോക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഇതിന്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നിൽപ്പുണ്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. അതിന് ശേഷം ഒന്ന് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. ക്രം കോട്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആ സൈഡിലുള്ള ക്രംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളല്ലേ പിന്നീട് ഐസിങ് ചെയ്യുമ്പോൾ അതിനൊരു ഫിനിഷിങ് ഇല്ലാതെ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രം കോട്ടിങ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആകുമ്പോൾ അങ്ങനെ അധികം ചെയ്യണമെന്നില്ല. കാരണം സൈഡിലൊക്കെ ചോക്ലേറ്റ് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമില്ല. എങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നീറ്റായിട്ട് അങ്ങ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. ഓരോരുത്തരും ഓരോ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് മറ്റേ ഐസ്ക്രീം കുറച്ചുകൂടെ മേളിലിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നവരുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് ഫ്രീസറിലേക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് എടുത്താൽ നന്നായിട്ട് ചെയ്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഫ്രീസറിലേക്ക് വെക്കുന്നില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് അങ്ങ് ചെയ്യുകയാണ്. നമ്മൾ ഇതുപോലെ സൈഡ് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി എടുക്കണം. ഇനി ഇപ്പൊ ഇതിന്റെ ഒരുമാതിരി വർക്കെല്ലാം കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് തിരിച്ചെടുത്ത് നമുക്ക് സൈഡിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ ചോക്ലേറ്റ് ഈ സൈഡിലെല്ലാം ഒന്ന് വിതറാം. നമ്മൾ ഇതുപോലുള്ള ഒരു സാധനം യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിനകത്ത് ചോക്ലേറ്റ് എടുത്ത് ഇങ്ങനെ സൈഡിൽ വെക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇതിങ്ങനെ കറക്കി കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ കറക്കി വിട്ടാൽ അത് എല്ലാം പതുക്കെ ചെയ്യാവൂ. ഒരുപാട് ബലം കൊടുത്ത് ചെയ്യരുത്. പിന്നെ ഒരുപാട് അങ്ങ് ഒത്തിരി ഇതായിട്ട് കയറ്റാൻ നോക്കരുത്. പിന്നീട് അത് തന്നെ പൊഴിഞ്ഞ് താഴേക്ക് പോരും. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ കുത്തി നിറച്ച പോലെ ചെയ്യരുത്. അതിനുശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും. അല്ല എങ്കിൽ അത് വീണ്ടും പൊഴിഞ്ഞ് താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഇടുന്നതിൻ്റെ ഇത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാം. ഒരു ന്യൂ ഇയറിൻ്റെ വേണ്ടിയിട്ടുണ്ടാക്കുന്നൊരു കേക്കാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. സൈഡൊന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലത്തെ ചോക്ലേറ്റൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറിയിരുന്നോളൂ. ഇപ്പം നമ്മളൊരു ന്യൂട്രൽ ജെല്ലിനകത്ത് റെഡ് കളർ ചേർത്തതാണ്. പേരെഴുതാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു ന്യൂ ഇയർ തീം ആണ്. അപ്പം ഹാപ്പി ന്യൂ ഇയർ 2022 ആണ് എഴുതാൻ പോകുന്നത്. വിപ്പിംഗ് ക്രീമിൽ ഡീപ്പ് പിങ്ക് കളർ ചേർത്തതാണ്. അതിന് നമുക്കിവിടെ കുറച്ച് റോസറ്റ് വരച്ചു കൊടുക്കാം.
ഹോം മെയ്ഡ് കേക്ക്സ് ഞാൻ പഠിച്ചത് നമ്മുടെ കോട്ടയത്ത് RCT നടത്തിയ ഒരു ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു 10 ദിവസത്തെ. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പഠിക്കാൻ പറ്റിയത് എനിക്ക്. അപ്പോൾ അന്ന് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അന്നേരം ഇങ്ങനൊരു ഹോം മെയ്ഡ് കേക്ക്സ് ചെയ്ത് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം തന്നെ RCT ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് RCTക്ക് പ്രത്യേക ഒരു നന്ദി അറിയിക്കുന്നു. ഹോം മെയ്ഡ് കേക്ക്സ്, പിസ്സ, ചിപ്സ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും, അതിനെ കോൺടാക്റ്റ് ചെയ്യാം. കഴിവതും 1-2 ദിവസം മുന്നെങ്കിലും പറയണം. ഇത് ഹോം മെയ്ഡ് കേക്ക്സ് ആയതുകൊണ്ട് നമ്മൾ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. യാതൊരു വിധത്തിലുള്ള കെമിക്കൽസ് ഇതിനകത്ത് ചേരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ദിവസം ഒന്നും വയ്ക്കാൻ പറ്റില്ല നമ്മുടെ കേക്കുകളൊന്നും. അതുകൊണ്ട് അത് കേക്കോ മറ്റുള്ള പിസ്സയോ എന്തെങ്കിലും ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഇതുപോലുള്ള ഒരു ബോക്സിലേക്കാക്കി ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. തിരുവല്ല, ചാനാശ്ശേരി, കറേച്ചാൽ ഭാഗങ്ങളിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ 2 ദിവസം മുന്നേ വിളിച്ചു പറയുക. കാരണം ഇത് മേക്ക് ചെയ്ത് ഉണ്ടാക്കി വെക്കുന്ന കേക്കല്ല, നിങ്ങളുടെ ഓർഡർ എടുത്തിട്ട് മാത്രമേ കേക്ക് ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് 2 ദിവസം മുന്നെയെങ്കിലും വിളിച്ചു പറയാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.